ഇതിൻ്റെ സൗണ്ട് അത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നെനിക്കറിയത്തില്ല. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് കളഞ്ഞ സീൽ സൗണ്ടിൻ്റെ മൈക്ക് വീണ്ടും ഞാൻ എടുത്തിട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്കിന് ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ പഴയ മൈക്കിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന, ബ്ലാസ്റ്റേഴ്സ് തന്നെ ഏറെ കൊട്ടിഘോഷിച്ച സൈനികളിലൊന്നായിരുന്നു യോഷിൻബ മീഠെ എന്ന് പറയുന്ന യുവതാരത്തിൻ്റേത്. അഡ്രിയാൻ ലൂണയ്ക്ക് പകരം മിഡ്ഫീൽഡിലേക്ക് വരാൻ പോകുന്ന താരം എന്നൊക്കെ ഓവർ റേറ്റ് ചെയ്യപ്പെടുകയും സഹൽ അബ്ദുൽ സമദ് പോയതിനു ശേഷം നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ കഴിയുന്ന, നിലവിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒരു താരം വരുന്നു എന്ന് പറഞ്ഞായിരുന്നു യോഷിൻബ മീഠയെ നമ്മൾ അവതരിപ്പിച്ചത്. റിസർവ് ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലും കളിച്ചിട്ടുണ്ട്. നോവ സദോയി ഗോൾ അടിച്ച സന്നാഹ മത്സരത്തിൽ നോവയ്ക്കൊപ്പം യോഷിൻബ മീഠയും ഗോൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ആ താരം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ നിരാശപ്പെടുന്ന ഒരു ഫലമായിരിക്കും ആരാധകർക്ക് കിട്ടുന്നത്. കാരണം യോഷിൻബ മീഠ ഇപ്പം ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ 6ാം സ്ഥാനത്തുള്ള ഒരു ക്ലബിലേക്കാണ് പോയിരിക്കുന്നത്. ആംഗ്ലോൺ കാർബി മോർണിംഗ് സ്റ്റാർ FC എന്ന് പറയുന്ന ഐ ലീഗ് 2 കളിക്കുന്ന ദിബു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലബിലേക്കാണ് പുള്ളി പോയത്. ആംഗ്ലോൺ മോർണിംഗ് സ്റ്റാറിലേക്ക് പോയി, അത്രേ ഉള്ളൂ പറയാൻ. ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായ ISL ക്ലബിൽ നിന്നും 2ാമത്തെ ലീഗായിട്ടുള്ള ഐ ലീഗിലേക്കല്ല, അതിൻ്റെയും താഴെയുള്ള ഇന്ത്യയിലെ 3ാമത്തെ ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള മോർണിംഗ് സ്റ്റാറിലേക്കാണ് നമ്മുടെ യോഷിൻബ മീഠെ പോയത്. ഒരു താരത്തിൻ്റെ അധപ്പതനം എന്നേ പറയാനുള്ളൂ. യോഷിൻബയ്ക്ക് ഇനിയും തിരിച്ചു വരാനുള്ള പ്രായമുണ്ട്. അദ്ദേഹത്തിന് പ്രായം കുറവാണ്. യോഷിൻബ മീഠയെ പോലെ നമ്മൾ മധ്യേന്ത്യയിൽ ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ച കുറേ താരങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ വല്ലാത്തൊരു ഡൗൺഫോൾ ആണ് യോഷിൻബ മീഠയുടെ കാര്യത്തിൽ ഉണ്ടായത്. യോഷിൻബ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടയ്ക്ക് സൗണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഈ മൈക്കിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ ലിമിറ്റേഷൻസിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. താങ്ക് യു.